ശ്രാമം മൈതാനിയിൽ പ്രധാന വേദിയിലെത്തുന്ന നിരവധിയായിട്ടുള്ള വ്യക്തികളുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട്. അപ്പോൾ അവരിൽ ഒരിക്കൽ കൂടി നമുക്കൊപ്പം അതിഥിയായി എത്തുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രീ എ റഹീം MP ആണ് ഇപ്പോൾ കൈരളി ന്യൂസിനൊപ്പം പ്രത്യേക സജ്ജമാക്കിയിരിക്കുന്ന സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം, സ്വാഗതം. കൊല്ലം കളറായിട്ടുണ്ടോ? ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോഴാണോ എത്തുന്നത്? അതെ, ഞാൻ അല്പം നേരത്തെയാണ് എത്തുന്നത്. DYFIയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു, ഹെൽപ്പ് കൗണ്ടർ. നല്ല സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം, അങ്ങനെ കലോത്സവം വന്ന് കാണണം, അങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. നല്ല സംഘാടനം. എല്ലാവരോടും സംസാരിക്കുമ്പോൾ നല്ല ഒരുക്കങ്ങൾ, സംഘാടനത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും കേൾക്കുന്നത്. ഇപ്പോൾ എന്തായാലും 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊല്ലത്ത് കലോത്സവം എത്തുന്നത്. ജില്ലയുടെ മന്ത്രിമാർ, MLA മാർ എല്ലാവരും ചേർന്ന് ഇന്നലെ ആ കപ്പൊക്കെ വളരെ ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ കണ്ടിരുന്നു അല്ലേ? തീർച്ചയായിട്ടും കൊല്ലം കളറായി നിൽക്കുകയാണ്. ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തുന്ന എല്ലാ അതിഥികൾക്കും എപ്പോഴെങ്കിലും കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മകളൊക്കെ ഉണ്ടാവും. ശ്രീ എ റഹീമിന് എങ്ങനെയാണ്? എനിക്ക് കലോത്സവം വലിയ ഗൃഹാതുരതയുടെ ഓർമ്മയാണ്. 3 തരത്തിലാണ്. ഒന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത ഓർമ്മ, മത്സരാർത്ഥിയായി പങ്കെടുത്ത ഓർമ്മ. 2 കലോത്സവം കണ്ട ഓർമ്മ, കലോത്സവങ്ങൾ കണ്ട ഓർമ്മ. 3-മത്തേത് കലോത്സവങ്ങൾ സംഘടിപ്പിച്ച ഓർമ്മ. അത് സർവകലാശാല യൂണിയൻ്റെ കലോത്സവങ്ങളൊക്കെയാണ് പ്രധാനമായും മുൻനിരയിൽ നിന്ന് സംഘടിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവും. ആദ്യത്തേത് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മുതലുള്ള എല്ലാ തരത്തിലുള്ള തിയേറ്റർ ആക്ടിവിറ്റിയിലും പങ്കെടുക്കുമായിരുന്നു. മോണോ ആക്റ്റായിരുന്നു പ്രധാനപ്പെട്ടായിട്ട്. മോണോ ആക്ട്, പിന്നെ നാടകം, അനുബന്ധമായതെല്ലാം, സ്കിറ്റ്, മൈം, ഇങ്ങനെയെല്ലാം എല്ലാ അർത്ഥത്തിലും. പിന്നെ കോളേജിലേക്കും അത് തന്നെയാണ്. പിന്നെ ക്ലബ്ബ് കലോത്സവങ്ങൾ, ഇതിലെല്ലാത്തിലും അങ്ങനെ കലോത്സവങ്ങളിൽ മത്സരാർത്ഥിയായി പോകുന്നതിൻ്റെ ഒരു വേദനയും അതിൻ്റെ ഒരു പ്രത്യേക അനുഭവമാണല്ലോ അത്. അതൊക്കെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തെ തിരക്ക് കൊണ്ടാണോ പിന്നീടുള്ള കരിയറിൽ അങ്ങോട്ട് ഇതൊന്നും തുടർന്നു പോകാതിരുന്നത്? അങ്ങനെയല്ല, നമുക്ക് തന്നെ അഭിനയ പ്രതിഭകളായിട്ടുള്ള കൊല്ലത്തിന്റെ MLA ശ്രീ മുകേഷ് അടക്കമുള്ള എത്രയോ പേരുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ളവർ ഇന്ന് ഇവിടെ വേദിയിലുണ്ടായിരുന്നു. കാലത്ത് സ്കൂളിലും ഒക്കെ ഈ തിയേറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാടകം ഇപ്പോഴും നാടകവും സിനിമയും നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സമയം പരമാവധി കണ്ടെത്താറുണ്ട്. കലോത്സവങ്ങൾ ഇതുപോലെ ആസ്വദിക്കാൻ അവസരം കിട്ടുമ്പോൾ നല്ലൊരു കാഴ്ചക്കാരനായി പോകാറുണ്ട്. ഇപ്പൊ ഇവിടെ എത്ര ദിവസം ഉണ്ടാകും? ഏറ്റവും ഇഷ്ടപ്പെട്ട, കാണാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ഇനം അങ്ങനെയുണ്ട്? ഞാൻ പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ മോണോ തിയേറ്റർ ഐറ്റംസ് എന്ന് പറയാവുന്ന ആ കാറ്റഗറിയിൽ പെട്ടുന്ന എല്ലാം കാണുന്നതിന് വലിയ താല്പര്യമാണ് കൂടുതൽ. ഇക്കുറിയും പൂർണ്ണമായിട്ട് അത് ആസ്വദിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. തിരക്ക് കാരണം അങ്ങനെ സാധിക്കില്ല, പക്ഷേ എങ്കിലും കഴിയുന്നത്ര നിമിഷങ്ങളിൽ ഇവിടെ കൂടുതൽ ചെലവഴിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. വരുന്ന സമയത്ത് എൻജോയ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സംഘാടനം കൊണ്ട്, അതിന്റെ ഒരു മികവ് കൊണ്ട് വലിയ തോതിൽ പ്രത്യേകത ആർജിക്കുന്ന ഒരു കലോത്സവം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നവകേരള സദസ്സ് കഴിഞ്ഞ് ഇടവേളയില്ലാണ്ട് വീണ്ടും ഒരു സർക്കാരിന്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ പങ്കെടുപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പരിപാടി കൂടിയാണ്. നിരവധിയായ ഇത്തരത്തിലുള്ള സംഘാടന മികവിനെ തന്നെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഇത് എല്ലാ അർത്ഥത്തിലും മികച്ചതാക്കണമെന്ന വലിയൊരു വാശിയോടുകൂടി തന്നെ കേരളം ഒന്നാകെ ചെയ്യുന്ന ഒരു പരിപാടി എന്നുകൂടി കണ്ടു. ഇവിടെ വന്ന് ഒരുപാട് പേരോട് സംസാരിച്ചു. കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് വന്നവരാണല്ലോ. എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരുടെ മുഖത്തും വളരെ ആത്മവിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിരിയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെ സംഘാടകനായ ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എത്രയോ കലോത്സവങ്ങൾ സംഘടിപ്പിച്ച പരിചയമുള്ള ആളാണ്. അദ്ദേഹം സംഘാടകനാണ്, ഏറ്റവും മികച്ച സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് തവണ വ്യത്യസ്ത മേഖലകൾ എന്തെല്ലാം വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിച്ച അനുഭവം അദ്ദേഹത്തിനുണ്ട്. അത് വലിയ സമ്പത്താണ്. പിന്നെ കൊല്ലത്തെ എല്ലാ തരത്തിലുള്ള ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ എല്ലാ ജനപ്രതിനിധികളും ശരിയാം വിധം നമ്മുടെ ജില്ലാ പഞ്ചായത്താകട്ടെ എല്ലാം വളരെ സജീവമായി ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ നോക്കുമ്പോൾ പോലീസ്, ഫയർഫോഴ്സ്, വ്യാപാരികൾ, വ്യവസായികൾ, എല്ലാവരും, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, ഇതാണ് കേരളം. തീർച്ചയായും രാവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഗോത്രകലകൾ ഇനി മത്സര രംഗത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അടുത്ത കലോത്സവത്തിനെങ്കിലും മത്സര ഇനമായി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഒരു തുടക്കമൊക്കെയും ഇന്ന് ഉദ്ഘാടന വേദിയിലെ വിവിധ പരിപാടികളിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ, നവീനമായ പദ്ധതികളൊക്കെയും സ്കൂൾ കലോത്സവത്തിൽ വരണമെന്ന നിർബന്ധവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം, ഇതെല്ലാം വളരെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ഇവൻറ്റുകൾ വരുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കലോത്സവത്തിൻ്റെ മാനുവലാകട്ടെ, കലോത്സവത്തിലെ ഇനങ്ങളാകട്ടെ,
അത് ഓരോ ഘട്ടത്തിലും ഒരു തുടർച്ചയായല്ല, പക്ഷേ ഒരു നിശ്ചിത കാലയളവിൽ അതൊന്ന് റിഫ്രഷ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ സംസ്ഥാനമാകെ വളരെ പ്രതീക്ഷയോട് തന്നെയാണ് അതെല്ലാം കേട്ടത്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ ഇവിടെ വേദിയിലേക്കൊക്കെ എത്തുമ്പോഴേ ഈ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നവർ അവരുടെ ഓർമ്മകൾ അയവിറക്കാറുണ്ട്. എം പിക്ക് ഏതെങ്കിലും തരത്തിലൊരു പാട്ട് പാടണമെന്നോ മോണോ ആക്ട് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നേയില്ല. ശരി ശരി. പാട്ട് പാടാൻ തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ. പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ. ഞാൻ തിയേറ്ററാണ്. പിന്നെ എന്തായാലും അങ്ങനെ ഒരു ഇവന്റ്, അങ്ങനെ ഒരു സാഹചര്യത്തിനെ, അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഊട്ടുപുരയിൽ അതിമോഹമായി പോകും. ഇല്ല, ഊട്ടുപുരയിലേക്ക് പോയില്ല. ശരി. എന്തായാലും വളരെയധികം നന്ദി. ശ്രീ എ റഹീം എം പി ആണ് നമ്മോടൊപ്പം കലോത്സവ ഓർമ്മകളൊക്കെയും ചെലവഴിച്ചത്. ഒരു മത്സരാർത്ഥിയായിരുന്ന കാലത്തെയും സംഘാടകനായിരുന്ന കാലത്തെയും ഒക്കെ ഓർമ്മകൾ പങ്കുവെച്ചത്.